എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത്? എന്താണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്? ഇതിനകത്തൊരു ഉദ്ദേശ ലക്ഷ്യം കാണും. ഉറപ്പായിട്ട് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പൊട്ടൻഷ്യൽ എനിമി ഇന്ത്യയാണ്. ഇതിന് കൊടുത്തിരിക്കുന്ന പേരുണ്ട് 2025 വിജയം. എന്ത് വിജയമാണെന്ന് നിങ്ങൾക്കറിയാം. അതാണ് ഈ പറയുന്ന മിലിറ്ററി എക്സർസൈസിന് കൊടുത്തിരിക്കുന്ന പേര്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം മുനീറിനെ കണ്ടതിലും പാകിസ്ഥാനെ കണ്ടതിനേക്കാളും ഇതിന് പ്രാധാന്യമുണ്ട്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എനിമി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതായത് ഇസ്ലാമിക ബ്ലോക്കുകൾ, രാജ്യങ്ങൾ, അതിനകത്ത് ഇന്ത്യയാണ് പൊട്ടൻഷ്യൽ എനിമി. സൈമൾട്ടേനിയസ് ആയിട്ട് നോക്കുക, എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്? ചിക്കൻ നെക്ക് സന്ദർശിക്കാൻ വേണ്ടി ചൈനയുടെ അംബാസിഡർ ബംഗ്ലാദേശിൽ വരുന്നു. അതായത് അവിടെ ധാക്കയിലുള്ള മനുഷ്യൻ തന്നെയാണ്. അയാൾ ഈ ചിക്കൻ നെക്കും ടീ സ്റ്റാർ റിവറും സന്ദർശിക്കാൻ വേണ്ടി വരുന്നു. ചൈന ഓഫർ ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിന് ടീ സ്റ്റാർ റിവറിൽ വലിയ ഡാം പണിയാം, ടെക്നോളജി ഹൈ എൻഡ് ഡാം പണിയാം. കാരണം ബംഗ്ലാദേശിന്റെ ലൈഫ് ലൈനാണ് ഈ റിവർ എന്ന് പറയുന്നത്. ഇന്ത്യയുമായിട്ട് ലോങ് ഡിസ്പ്യൂട്ടാണ് ഈ ടീ സ്റ്റാർ റിവറുമായിട്ടുള്ളത്. അപ്പൊ അതിനും കൂടെ ഒരു മറ്റൊരു തലത്തിലോട്ട് ഇതിനെപ്പറ്റി പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യക്ക് പൊട്ടൻഷ്യൽ എനിമി രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുകയാണ്. ഒന്ന് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ബംഗ്ലാദേശ്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചൈന. അതായത് അവിടെ പാകിസ്ഥാനെ പറ്റി നിങ്ങൾ നോക്കുക, പ്രധാനമായിട്ടും നോക്കുക. പാകിസ്ഥാനെ സഹായിക്കുക എന്ന് ചെയ്യും വെപ്പൺസ് അത് കൊടുക്കാൻ അമേരിക്ക തയ്യാറാണ്. അതായത് അതിനുവേണ്ടി പണം മുടക്കാൻ സൗദി അറേബ്യ ഓപ്പണായിട്ട് തയ്യാറായി. നിങ്ങൾക്കറിയാവുന്ന വസ്തുത തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഈ പറയുന്ന സൗദി അറേബ്യക്ക് ഇത്രയും വലിയ ആംഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ, ലേറ്റസ്റ്റ് അമേരിക്കൻ എക്യുപ്മെന്റ്സും മറ്റുള്ള രാജ്യങ്ങളുടെ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ, അവർക്ക് ഈ പ്രൊഫഷണൽ സൈനികന്മാരില്ലാത്തൊരു രാജ്യമാണ്. ഹ്യൂജ് സൈനിക ശക്തിയൊക്കെ ഉണ്ട്, ടാങ്കോ അതും ഒക്കെ ഉണ്ട്. കാരണം അത് നമ്മൾ കണ്ടതാണ് യമനിലെ ഹൂത്തികളുമായിട്ട് ഇവർക്ക് കിട്ടിയ അടി. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് പാകിസ്ഥാന്റെ ബേസ് ഉൾപ്പെടെ സൗദി അറേബ്യയിൽ വരാൻ പോവുകയാണ്. ഇതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഏറ്റവും ആവശ്യമുള്ള ഘടകം എന്താണ്? ഒന്നാമത് ഓയിൽ, രണ്ടാമത് അവർക്ക് സാമ്പത്തികമായുള്ള പ്രശ്നം. ഇത് രണ്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സൗദി തയ്യാറാണ്.